നമസ്കാരം. മാസ്റ്റർ മൈൻഡ് PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന നികുതി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ GST എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ഇപ്പോൾ നടന്ന പല പരീക്ഷകൾക്കും ഒരുപാട് തവണ ചോദിച്ച ചോദ്യം GST എന്ന വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിലൊരു ചോദ്യമാണ് GST ഇന്ത്യയിൽ നിലവിൽ 1 വർഷം. ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 11 തവണയോളം ഈ ഒരു ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1 ആൻസർ വരുന്ന ചോദ്യം 11ഓളം തവണയാണ് ഇപ്പോൾ നടന്ന പല പരീക്ഷകൾക്ക്, അതായത് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വിവിധ തരം പരീക്ഷയായിരുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും 10th ലെവൽ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ പ്രിലിമിനറി അല്ലെങ്കിൽ മെയിൻ എക്സാമുകൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് GST കൗൺസിൽ. അതുപോലെ തന്നെ GSTയുടെ പരിധികൾ ഏതെല്ലാം, GST സ്ലാബ് അല്ലെങ്കിൽ GSTയുടെ കാറ്റഗറികൾ ഏതെല്ലാം, ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾക്ക് GST പരിധിയിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ പേര് പോലും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നൊരു സാധനത്തിൻ്റെ പേര് എന്നിട്ട് ഇത് എത്രയാണ്, ഇതിൻ്റെ GST എത്രയാണെന്നുള്ള രീതിയിൽ പോലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ നികുതി എന്നുള്ളൊരു ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നികുതി എന്ന ആധികാരികമായിട്ടുള്ള പോയിന്റ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ പോയിന്റും അതുപോലെ തന്നെ എത്ര തരം നികുതിയുണ്ട്, പ്രത്യക്ഷ പരോക്ഷ നികുതികൾ ഏതെല്ലാം, ആ പ്രത്യക്ഷ നികുതി എന്താണ് അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്താണ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവർ ഉറപ്പായിട്ടും ആ ക്ലാസ് കാണുക, കണ്ടിട്ട് എന്ത് ചെയ്യുക, അതിനുശേഷം ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. GST എന്താണ്? GSTയുടെ പൂർണ്ണരൂപം ഇതും പരീക്ഷ ചോദ്യമാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? അതായത് ചരക്ക് സേവന നികുതി എന്നതാണ് GSTയുടെ പൂർണ്ണരൂപം. ഓക്കെ, എന്താണ് GST എന്ന് ചോദിച്ചാൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃതവും പരോക്ഷവും മൂല്യവർദ്ധിതവുമായ നികുതിയാണ് GST എന്ന് പറയുന്നത്. ഒരു വലിയൊരു സെന്റൻസ് ആണ്. ഇതിനകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികൾക്ക് പകരമായി ഈ ഒരു പരോക്ഷ നികുതി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ക്ലാസ് വ്യക്തമായിട്ട് പഠിക്കുക, ആ ക്ലാസ് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് കാണുക. അപ്പോൾ ദേശീയ സംസ്ഥാന തലങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ, ഓർമ്മിച്ചോണം, ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന, ഇനി GSTയുടെ പ്രത്യേകതകളാണ്. ഇതൊരു ഏകീകരിച്ച നികുതിയാണ്, അതായത് ഏകീകൃതമാണ്, ഒരു പരോക്ഷ നികുതിയാണ്, അതായത് GST ഒരു പരോക്ഷ നികുതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഒരു കോഡ് വെച്ചാണ് പഠിച്ചത്. എക്സ്ക്യൂസ് മീ, GST, VAT, ആഡംബര നികുതി, ഇതെല്ലാം എന്തോന്നായിരുന്നു? പരോക്ഷ നികുതി. എക്സൈസ്, കസ്റ്റംസ്, സർവീസ്, സെയിൽസ്, മാർക്കറ്റ്, എന്റർടൈൻമെന്റ്, GST, VAT, ആഡംബര നികുതി, ഇതെല്ലാം എന്തോന്നാണ്? പരോക്ഷ നികുതിയാണ്. അപ്പോൾ GST ഒരു പരോക്ഷ നികുതിയാണ്. ഇതിന് പുറമെ ഇതെന്താണ്? ഒരു മൂല്യവർദ്ധിത നികുതിയാണ് അല്ലെ? വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃതവും പരോക്ഷവും മൂല്യവർദ്ധിതവുമായ നികുതി സമ്പ്രദായത്തെയാണ് GST എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഇതെന്തോന്നാണ്? ഒരു പരോക്ഷ നികുതിയാണ്, ഏർപ്പെടുത്തുന്നത് ദേശീയ തലത്തിലാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഒരു പരോക്ഷ നികുതിയാണ് എന്ന് പറയുന്നത് GST. ഇതൊരു ഏകീകരിച്ച നികുതി സംവിധാനമാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ഒരു ഏകീകരിച്ച നികുതി സമ്പ്രദായമാണെന്ന് പറയുന്നത് GST എന്ന് പറയുന്നത്. അപ്പോൾ സെന്റൻസ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃതവും പരോക്ഷവും മൂല്യവർദ്ധിതവുമായ നികുതി സമ്പ്രദായത്തെയാണ് എന്ത് വിളിക്കുന്നത്? GST എന്ന് പറയുന്നത്. അപ്പോൾ GST ഒരു പരോക്ഷ നികുതിയാണ്. GST ഒരു പരോക്ഷ നികുതിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് GST. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണെന്ന് പറയുന്നതാണ് GST. എന്താണ്? പുതിയ മാതൃകയാണെന്ന് പറയുന്നത് GST. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് ഇതെന്ന് പറയുന്നത് GST. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ലോകത്തിൽ ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം. ആ ക്ലാസ് പഠിച്ചവർക്ക് ഇപ്പോൾ ഉത്തരം കിട്ടി കാണും. ഏതാണ് ലോകത്തിൽ ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം? ഈജിപ്റ്റ്. ലോകത്തിൽ ആദ്യമായിട്ട് കൊഴുപ്പ് നികുതി അല്ലെങ്കിൽ എന്താണ് ഫാറ്റ് ടാക്സ് എന്ന് പറയല്ലേ, FAT, ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത് ഡെൻമാർക്കാണ് അല്ലേ? ലോകത്തിൽ ആദ്യമായിട്ട് കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം നമ്മൾ പഠിച്ചു. ഏതാണ്? ന്യൂസിലാൻഡ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഉപ്പിന് നികുതി, സാൾട്ട് ടാക്സ്, ചൈന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അവിടെ തന്നെ നമ്മൾ പഠിച്ചൊരു ചോദ്യമാണ് GST എന്ന ആശയം ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ്. എവിടെയാണ്? ഫ്രാൻസ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് GST ഏർപ്പെടുത്തിയ രാജ്യം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ്.
തൊട്ടടുത്ത ചോദ്യം നമ്മൾ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. ഈ ഒരു ഭാഗം തൊട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതെല്ലാം ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെന്റൻസ് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാം വൺ വേർഡ് ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ജി എസ് ടി ബില്ല് ലോകസഭ ആദ്യമായി പാസ്സാക്കുന്നത്, അതായത് നമ്മുടെ ഇപ്പോൾ കാണുന്ന ജി എസ് ടിയുടെ മാതൃകയിൽ ഉൾപ്പെടുന്ന ജി എസ് ടി ബില്ല് ആയിരുന്നില്ല. ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കുന്ന ജി എസ് ടി ബില്ല് ഭേദഗതി ചെയ്ത ബില്ലായിരുന്നില്ല. ജി എസ് ടി ബില്ല് ലോകസഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2015 മെയ് 6. എന്നാൽ ആ ബില്ല് എന്ത് ചെയ്തില്ല, രാജ്യസഭയും അതുപോലെ തന്നെ പ്രസിഡന്റ് അടുത്ത് എത്തിയില്ല, എന്താണ് പാസ്സായില്ല, ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് തള്ളിപ്പോയി അല്ലേ. അപ്പോൾ ജി എസ് ടി ബില്ല് ലോകസഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6. ഇതിനുശേഷം ഒരു വർഷത്തോടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ജി എസ് ടി ഭേദഗതി ബില്ല് കൊണ്ടുവരികയാണ് അല്ലെ. പാർലമെന്റിൽ ജി എസ് ടി ഭേദഗതി ബില്ല് കൊണ്ടുവരും. അപ്പോൾ ആ ജി എസ് ടി ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 3. ഈ ഡേറ്റുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. രണ്ട് ചോദ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പറഞ്ഞത് ജി എസ് ടി ബില്ല് ലോകസഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6. അതൊരു ഭേദഗതി ബില്ലല്ല. അതിനുശേഷം ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ജി എസ് ടി ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 3. രാജ്യസഭ ആദ്യം പാസ്സാക്കുന്നു, അതിനുശേഷം ഈ ബില്ല് ലോകസഭ പാസ്സാക്കുന്നു. എന്നാണ് ലോകസഭ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 8. അപ്പോൾ രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3, ലോകസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 8. എന്നാൽ ജി എസ് ടി ബില്ല് ലോകസഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ നികുതി പരിഷ്കാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജി എസ് ടി എന്ന് പറയാം. തൊട്ടടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് എന്ന് പറയുന്നത് ഫ്രാൻസ്. ഏതാണ്? ഫ്രാൻസ്. നമ്മുടെ മറ്റൊരു ചോദ്യം, നമ്മുടെ രാജ്യസഭ പാസ്സാക്കിയല്ലേ, ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നു, ലോകസഭ പാസ്സാക്കുന്നു. തൊട്ടടുത്ത് പ്രസിഡന്റ് ഒപ്പുവെച്ചു, അതായത് ജി എസ് ടി ഭേദഗതി ബില്ല്. ചോദ്യം ശ്രദ്ധിക്കുക, ജി എസ് ടി ബില്ല് എന്നല്ല പറഞ്ഞത്, ജി എസ് ടി ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ച് എന്താണെന്ന് ചോദിച്ചാൽ 2016 സെപ്റ്റംബർ 8. ഈ 3 ഡേറ്റുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഈ ഒരു ചോദ്യത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ 3 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, ജി എസ് ടി ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. ജി എസ് ടി ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 8. ജി എസ് ടി ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2016 സെപ്റ്റംബർ 8. അപ്പോൾ ആ 3 ചോദ്യവും വളരെ വ്യക്തമാണ്. ജി എസ് ടി ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3. ജി എസ് ടി ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 8. എന്നാൽ അത് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2016 സെപ്റ്റംബർ 8. എന്നാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2017 ജൂലൈ 1. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 11ഓളം തവണയാണ് ഈ ഒരു ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന 11ഓളം തവണയാണ്. ഈ അടുത്ത് നടന്ന പല പരീക്ഷകൾക്കും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ജി എസ് ടി നിലവിൽ വന്ന വർഷം. അതായത് എല്ലാവരും എഴുതുന്ന ചോദ്യം, 100 പേര് എക്സാമിന് പോയി കഴിഞ്ഞാൽ 100 പേര് എഴുതുന്ന ഒരു ആൻസറാണ് ഇത്, 2017 ജൂലൈ 1. എന്നാൽ ബാക്കിയുള്ള 3 വർഷങ്ങളും നല്ല കൃത്യമായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റൂ. അതായത് ജി എസ് ടി ഭേദഗതി ബില്ല് രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ് ഒപ്പുവെച്ചത്. ആ 3 ഡേറ്റുകളും അതിനോടൊപ്പം എന്ത് ചെയ്യുക, ജി എസ് ടി നിലവിൽ വന്ന വർഷവും പഠിക്കുക, 2017 ജൂലൈ 1. അപ്പോൾ ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃതവും പരോക്ഷവും മൂല്യവർദ്ധിതവുമായ നികുതി സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജി എസ് ടി എന്ന് പറയുന്നത്. ആ ജി എസ് ടി ഒരു ഏകീകരിച്ച നികുതിയാണ്, ജി എസ് ടി ഒരു മൂല്യവർദ്ധിത നികുതിയാണ്, ജി എസ് ടി ഒരു പരോക്ഷ നികുതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ്, എന്ന് പറയുന്നത് നികുതി മേഖലയിൽ അല്ലെങ്കിൽ നികുതിപരമായിട്ട് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണ് എന്ന് പറയുന്നത് ജി എസ് ടി എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ജി എസ് ടി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ്. എവിടെയാണ്? ഫ്രാൻസ്. ലോകസഭ ആദ്യമായിട്ട് ജി എസ് ടി ബില്ല് പാസ്സാക്കുന്നത്, 2015 മെയ് 6. അതിനുശേഷമാണ് ജി എസ് ടി ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. ആ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3, ലോകസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 8, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2016 സെപ്റ്റംബർ 8. ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂലൈ 1. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ജി എസ് ടി ബില്ല് എന്നാണ് നമ്മുടെ കൊണ്ടുവരികയാണ്, അതെല്ലാം നിലവിൽ വന്നു. ജി എസ് ടി ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 16 സംസ്ഥാനങ്ങളിൽ അംഗീകരിക്കണമായിരുന്നു. അതായത് ജി എസ് ടി ബില്ല് എത്ര സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയാൽ ഇന്ത്യയിൽ നിലവിൽ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു. ജി എസ് ടി ബില്ല് നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമെന്ന് ചോദിച്ചാൽ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആസാം.
ഉത്തരം ഏതാണ്? ആസാം. എന്നാണ് ആസാമിൽ GST ബില്ല് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 12. 2016 ഓഗസ്റ്റ് 12. അപ്പോൾ GST ബില്ല് എവിടെ പാസ്സാക്കിയെന്നാണ് പറഞ്ഞത്? ആദ്യമായിട്ടൊരു സംസ്ഥാനത്തിൽ പാസ്സാക്കുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാം. 2016 ഓഗസ്റ്റ് 12. അപ്പോൾ GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആസാം. 2016 ഓഗസ്റ്റ് 12. രണ്ടാമത്തെ സംസ്ഥാനം GST ബില്ല് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. അതെവിടെ എന്നാണെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 16. അപ്പോൾ അടുത്തടുത്ത ഡേറ്റുകളാണ്. 2016 ഓഗസ്റ്റ് 12 ആസാമിൽ പാസ്സാക്കുന്നു. 2016 ഓഗസ്റ്റ് 16 ബീഹാറിൽ പാസ്സാക്കുന്നു. അപ്പോൾ GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാം, രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. മൊത്തം എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു ചോദിച്ചാൽ 16 സംസ്ഥാനങ്ങളുടെ. കുറഞ്ഞത് 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? GST നിലവിലും. അങ്ങനെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് പാസ്സാക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ആസാം. 2016 ഓഗസ്റ്റ് 12. എന്നാൽ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. 2016 ഓഗസ്റ്റ് 16. 16ാമത്തെ സംസ്ഥാനം, ഇങ്ങനെ അംഗീകരിച്ച 16ാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ GST ബില്ല് പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷ. ഏതാണ്? ഒഡീഷ. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചോണം. ആദ്യ സംസ്ഥാനം ആസാം, രണ്ടാമത്തത് ബീഹാർ, 16ാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ. 16ാമത്തെ സംസ്ഥാനം ഒഡീഷ. ഒഡീഷയിൽ എന്നാണ് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2016 സെപ്റ്റംബർ 1. 2016 സെപ്റ്റംബർ 1. അപ്പോൾ 2016 സെപ്റ്റംബർ 1 എവിടെ പാസ്സാക്കുന്നു? ഒഡീഷയിൽ പാസ്സാക്കുന്നു. അപ്പോൾ 16ാമത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷ. GST ബില്ല് പാസ്സാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16. ആ GST ബില്ല് പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആസാം. ആസാമിൽ എന്നാണ് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 12. എന്നാണ് നമ്മുടെ രണ്ടാമത്തെ സംസ്ഥാനമായ ബീഹാറിൽ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2016 ഓഗസ്റ്റ് 16. 16ാമത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ. 2016 സെപ്റ്റംബർ 1. GST ബില്ല് പാസ്സാക്കുന്ന അവസാനത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ. ഈ ഒരു ചോദ്യം പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് വരാം, ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമാണോ എന്നുള്ളത്. നമ്മളിവിടെ പാസ്സാക്കിയ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവും 2017 ജൂലൈ 1. ആ സമയത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുക. ചോദ്യം ഇങ്ങനെ പഠിക്കുക, എന്താണ് GST ഭേദഗതി അല്ലെങ്കിൽ GST ബില്ല് പാസ്സാക്കുന്ന അവസാനത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ തന്നെയാണ്. 2017 ജൂലൈ 5. 2017 ജൂലൈ 5 അന്ന് അതൊരു സംസ്ഥാനമായിരുന്നു. എന്നാൽ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ചോദ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ GST ബില്ല് പാസ്സാക്കിയ അവസാന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം മണിപ്പൂർ. ഉത്തരം ഏതാണ്? മണിപ്പൂർ. രണ്ട് ചോദ്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം GST ബില്ല് പാസ്സാക്കുന്ന അവസാനത്തെ സംസ്ഥാനം എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പഠിക്കുക. അവിടെ ഡേറ്റ് ഉൾപ്പെടെ പറയുന്നുണ്ട് 2017 ജൂലൈ 5. എന്നാൽ നിലവിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ GST ബില്ല് പാസ്സാക്കുന്ന അവസാന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? മണിപ്പൂർ. ഏതാണ്? മണിപ്പൂർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ക്ലിയർ ആയിട്ട് പഠിക്കുക. നമ്മളുടെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും GST ബില്ല് നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു ചോദിച്ചാൽ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം. എത്രയാണ്? 16. ആ GST ബില്ല് പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആസാം. ഏതാണ്? ആസാം. എന്നാണ് പാസ്സാക്കിയത്? 2016 ഓഗസ്റ്റ് 12. രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 16. 2016 ഓഗസ്റ്റ് 16. പഠിക്കാനും എളുപ്പമാണ്. 2016 ഓഗസ്റ്റ് 16 അല്ലേ? എന്നാൽ 16ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിൽ പാസ്സാക്കുന്നത് 2016 സെപ്റ്റംബർ 1. 2016 സെപ്റ്റംബർ 1. എന്നാൽ അവസാനമായിട്ട് GST ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അവസാനമായിട്ട് 16 സംസ്ഥാനങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിലവിൽ വരാം. എന്നാൽ അവസാനമായിട്ട് അംഗീകരിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ. അവിടെ ഓർമ്മിച്ചോണം, അവസാനമായി അംഗീകരിച്ച സംസ്ഥാനം. അങ്ങനെ പഠിക്കുക. അതിന്റെ ഉത്തരം ജമ്മു ആൻഡ് കാശ്മീരാണ്. 2017 ജൂലൈ 5. എന്നാൽ ചോദ്യം ഒരു ചെറിയൊരു മാറ്റത്തോടുകൂടി ചോദിക്കുകയാണ്, നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ GST ബില്ല് പാസ്സാക്കുന്ന അവസാനത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? മണിപ്പൂർ. എന്താണ്? മണിപ്പൂർ. നമ്മുടെ കേരളത്തിൽ GST ബില്ല് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 22. അപ്പോൾ കേരളത്തിൽ GST ബില്ല് പാസ്സാക്കി എത്ര എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ജൂൺ 22. 2017 ജൂൺ 22 കേരളത്തിൽ എന്ത് പാസ്സാക്കുന്നത്? GST ബില്ല് പാസ്സാക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം, രണ്ടാമത്തെ സംസ്ഥാനം, 16ാമത്തെ സംസ്ഥാനം, അവസാന സംസ്ഥാനം, നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാന സംസ്ഥാനം, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ GST ബില്ല് പാസ്സാക്കിയത്. ഡേറ്റ് ഉൾപ്പെടെ പഠിക്കുക. കേരളത്തിൽ GST പാസ്സാക്കി എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2017 ജൂൺ 22. 2017 ജൂൺ 22. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ്. എവിടെയാണ്? ഫ്രാൻസ്. GST ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3, ലോകസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 8, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1. 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു GST ഇന്ത്യയിൽ നടപ്പിലാക്കാൻ. അതിൽ ആദ്യമായിട്ട് പാസ്സാക്കുന്ന സംസ്ഥാനമാണ് ആസാം. രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ.
അടുത്ത 16ാമത്തെ സംസ്ഥാനമായിട്ട് പറയുന്നത് ഒഡീഷ. അപ്പോൾ അതാണ് നിലവിൽ വരാം 16 സംസ്ഥാനങ്ങൾ. എന്നാൽ അവസാനമായിട്ട് പാസ്സാക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല. അപ്പോൾ എങ്ങനെ പഠിക്കുക? നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ എന്താണ് GST ബില്ല് പാസ്സാക്കുന്ന അവസാന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മണിപ്പൂർ. ഉത്തരം എന്താണ്? മണിപ്പൂർ. കേരളത്തിൽ എന്നാണ് GST ബില്ല് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 22. മറ്റുള്ള ഈ ഡേറ്റുകൾ പഠിച്ചില്ലെങ്കിൽ പോലും ഇത് ഉറപ്പായിട്ട് പഠിക്കുക. കേരളത്തിൽ GST ബില്ല് പാസ്സാക്കി എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 22. 2017 ജൂൺ 22. ഓക്കെ, നമുക്ക് നോക്കാം. സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല, നമ്മുടെ കേന്ദ്ര GST ബില്ല് പാസ്സാക്കി എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. എവിടെയാണ്? തെലങ്കാന. 2 ചോദ്യവും മാറിപ്പോകരുത്. GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാം. സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഏതാണ്? തെലങ്കാന. സ്റ്റേറ്റ് GST പാസ്സാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയും പുതുച്ചേരിയും. ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി. കാരണം ഇവിടെ എന്തുണ്ട്? വ്യക്തമായ നിയമനിർമ്മാണ സഭ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഡൽഹിയും പുതുച്ചേരിയിലും പാസ്സാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് GST ആണ്. അപ്പോൾ സ്റ്റേറ്റ് GST പാസ്സാക്കിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയും പുതുച്ചേരിയും. ഏതൊക്കെയാണ്? ഡൽഹിയും പുതുച്ചേരിയും. ചോദ്യം ശ്രദ്ധിക്കുക. സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം തെലങ്കാന. സ്റ്റേറ്റ് GST പാസ്സാക്കിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയും പുതുച്ചേരിയും. ഡൽഹിയും പുതുച്ചേരിയും. GST ബില്ല് പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം, അതായത് GST നിലവിൽ വരാൻ വേണ്ടി കൂടിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആയിരുന്നു നമ്മൾ തൊട്ടടുത്ത് പഠിക്കാൻ പോകുന്നത്. GST ബില്ല് പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 അർദ്ധരാത്രി വരെയാണ് ആ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത്. അതായത് GST നിലവിൽ വരാൻ ഒരു പ്രത്യേക സമ്മേളനം പാർലമെന്റിൽ വിളിച്ചു ചേർക്കുന്നു. ആ സമ്മേളനം നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 അർദ്ധരാത്രി വരെ. ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. GST ബില്ല് പാസ്സാക്കി എടുക്കാനുള്ള അല്ലെങ്കിൽ GST ബില്ല് നിലവിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ GST നിലവിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇന്ത്യൻ പാർലമെന്റിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 അർദ്ധരാത്രി വരെ. ഓക്കെ, നമ്മുടെ ചോദ്യം GST ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30. അപ്പോൾ GST ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30. പക്ഷേ GST നിലവിൽ വന്ന എന്താണ് നമ്മൾ പഠിച്ചു? 2017 ജൂലൈ 1, തൊട്ടടുത്ത ദിവസം അല്ലേ? ഉദ്ഘാടനം ചെയ്ത് 2017 ജൂൺ 30. കാരണം ആ സമ്മേളനം തുടങ്ങി എന്നാണ് 2017 ജൂൺ 30. ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 വരെയാണ് അർദ്ധരാത്രി വരെയാണ് ആ സമ്മേളനം നടന്നത്. ഉദ്ഘാടനം ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30. പ്രണബ് കുമാർ മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ് നമ്മുടെ GST എന്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ GST ഉദ്ഘാടനം ചെയ്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രണബ് കുമാർ മുഖർജി, പിന്നെ ആരാണ്? നരേന്ദ്രമോദി. അതായത് ആ സമയത്തെ പ്രസിഡന്റ്, അതുപോലെ തന്നെ എന്താണ് പ്രധാനമന്ത്രി. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തെലങ്കാന. സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി, പുതുച്ചേരി. GST ബില്ല് പാസ്സാക്കിയ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 അർദ്ധരാത്രി വരെ. GST ഉദ്ഘാടനം ചെയ്ത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30. 2017 ജൂൺ 30. അത് ആരൊക്കെ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തെന്ന് ചോദിച്ചാൽ പ്രണബ് മുഖർജിയും നരേന്ദ്രമോദി. പ്രണബ് മുഖർജി, നരേന്ദ്രമോദി. പ്രഥമ GST ഡേ ആയി ആചരിച്ചത്. പ്രഥമ GST ഡേ, അതായത് GST നിലവിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതാണ് എന്താണ് പ്രഥമ GST ഡേ ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2018 ജൂലൈ 1. GST ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 1 ആണ്. ജൂലൈ 1 GST ഡേ. പ്രഥമ GST ഡേ ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2018 ജൂലൈ 1. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ GST നിലവിൽ വന്ന 2017 ജൂലൈ 1. അതിന്റെ ഒരു വർഷം കഴിയുമ്പോൾ 2018 ജൂലൈ 1 എന്താചരിച്ചു? പ്രഥമ GST ഡേ ആചരിച്ചു. GST ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 1. അതും പ്രീവിയസ് ചോദ്യമാണ്. GST ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 1. GST ഉദ്ഘാടനം ചെയ്തെന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30. ആ ഉദ്ഘാടനം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രണബ് കുമാർ മുഖർജി അല്ലെങ്കിൽ പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് എന്താണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 വരെ. ഓക്കെ, ഇത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ പറഞ്ഞു, ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞു. ആ പ്രഥമ GST ഡേ ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2018 ജൂലൈ 1. 2018 ജൂലൈ 1. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിച്ച് നോക്കുക. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ദേശീയ സംസ്ഥാന തലങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന പരോക്ഷ നികുതികൾക്ക് പകരമായി ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകരിച്ചതും അല്ലെങ്കിൽ ഏകീകൃതവും പരോക്ഷവും മൂല്യവർദ്ധിതവുമായ നികുതി സമ്പ്രദായത്താണ് എന്ത് വിളിക്കുന്നത്? GST എന്ന് വിളിക്കുന്നത്. ഇതൊരു പരോക്ഷ നികുതിയാണ്, ഏകീകരിച്ച നികുതി അല്ലെങ്കിൽ ഏകീകൃത നികുതിയാണ്, അതുപോലെ തന്നെ ഒരു മൂല്യവർദ്ധിത നികുതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നികുതി പരിഷ്കാരമാണ് എന്ന് പറയുന്നത് GST. ലോകത്തിൽ ആദ്യമായിട്ട് GST ഏർപ്പെടുത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ്. GST ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3. GST ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 8.
GST ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST നടപ്പിലാക്കാനായിട്ട് 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു. ആദ്യ സംസ്ഥാനം ആസാം, രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ, 16ാം സംസ്ഥാനം ഒഡീഷ, അവസാന സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിലും നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ബില്ല് പാസ്സാക്കുന്ന അവസാന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മണിപ്പൂർ. ഓക്കെ, തൊട്ടടുത്ത ചോദ്യം, സംസ്ഥാന GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. ഏതാണ്? തെലങ്കാന. സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, ഡൽഹിയും പുതുച്ചേരിയും. ഏതൊക്കെയാണ്? ഡൽഹിയും പുതുച്ചേരിയും. ഇവിടെ പറഞ്ഞ ചോദ്യം, GST നടപ്പിലാക്കാനുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ജൂൺ 30 മുതൽ 2017 ജൂലൈ 1 വരെ. ഓക്കെ, നമ്മൾ പിന്നെ പഠിച്ച ചോദ്യമാണ് GST ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2017 ജൂൺ 30. ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രണബ് മുഖർജി, നരേന്ദ്രമോദി. പ്രഥമ GST ഡേ എന്നാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ 2018 ജൂലൈ 1. GST ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 1. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു GST ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നു. നമ്മൾ പറഞ്ഞു ആ GST ഭേദഗതി ബില്ല് എത്രാമത്തെ ഭേദഗതിയായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ GST ബില്ല് 122ാമത്തെ ഭേദഗതി ബില്ലായാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അപ്പോൾ 122ാം ഭേദഗതി ബില്ലായിട്ടാണ് പാർലമെന്റിൽ ഈ ഒരു ബില്ലിനെ അവതരിപ്പിച്ചതെങ്കിലും 101ാമത്തെ ഭേദഗതിയായി GST അംഗീകരിച്ചു. അപ്പോൾ 101ാം ഭേദഗതിയായിട്ട് അംഗീകരിക്കുകയും GST ഭേദഗതി ബില്ല് 122ാമത്തെ ഭേദഗതി ബില്ലായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. 122ാമത്തെ ഭേദഗതി ബില്ലായിട്ട് അവതരിപ്പിച്ചു, 101ാമത്തെ ഭേദഗതിയായിട്ട് അംഗീകരിച്ചു. ക്ലിയർ ആണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. തൊട്ടടുത്ത്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GSTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തൊട്ടടുത്ത് പഠിക്കുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ GSTയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അതിലെ കാറ്റഗറികൾ ഏതെല്ലാം, അതിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ ഏതെല്ലാം, അതിൻ്റെ സ്ലാബുകൾ അല്ലെങ്കിൽ പരിധികൾ ഏതെല്ലാം, ഇതാണ് തൊട്ടടുത്ത ഭാഗത്തിൽ പഠിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. GST നടപ്പിലാക്കിയത്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GSTയുടെ പ്രത്യേകത ഇരട്ട GST മാതൃകയാണ്. അതായത് ഡ്യുവൽ ആസ്പെക്ട് GST ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ പരിഗണന കൊടുക്കുന്ന ഒരു GST സമ്പ്രദായമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാം? ഇരട്ട GST മാതൃകയാണെന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്താണ്? GST എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതൊരു ഇരട്ട GST മാതൃകയാണ്. ഇങ്ങനെ ഇരട്ട GST മാതൃക നടപ്പിലാക്കുന്ന 2 രാജ്യങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാനഡയും ബ്രസീലും. ഏതൊക്കെയാണ്? കാനഡ, ബ്രസീൽ. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യൻ മാതൃകയിലുള്ള GST നടപ്പിലാക്കിയ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാനഡ, ബ്രസീൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട GST മാതൃക നടപ്പിലാക്കുന്ന 3 രാജ്യങ്ങളുണ്ട് അല്ലേ? കാനഡ, ബ്രസീൽ, ഇന്ത്യ. ഓക്കെ, കാനഡ, ബ്രസീൽ, ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന എന്താണ്? ഇരട്ട GST മാതൃകയാണ്. അപ്പോൾ ഇരട്ട GST മാതൃകയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഓക്കെ, തൊട്ടടുത്ത് എന്താണ് GST ഇന്ത്യയുടെ ആപ്തവാക്യം? GST ഇന്ത്യയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ വൺ ടാക്സ്, വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. എന്താണ്? വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അതായത് ഒരു രാജ്യം, ഒരു നികുതി, ഒരു മാർക്കറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു വിപണി. വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ചിലരൊക്കെ ഇത് മാത്രം പഠിച്ചു വയ്ക്കും, വൺ നേഷൻ, വൺ ടാക്സ് മാത്രം പഠിക്കും, ഇതങ്ങ് ഒഴിവാക്കും. അങ്ങനെ പഠിക്കരുത്. ഇത് 3 ഓർമ്മിച്ച് വയ്ക്കുക. വൺ നേഷൻ എന്താണ്? വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ഇതാണ് എന്ന് പറയുന്നത് GST ഇന്ത്യയുടെ ആപ്തവാക്യം. നമ്മൾ നേരത്തെ കുറേ ആപ്തവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. SBI ബാങ്കിന്റെ ആപ്തവാക്യം, പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് നമ്മൾ പഠിച്ചതാണ്. ദാരിദ്ര്യരഹിതമായ ലോകരാജ്യത്തിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലോക ബാങ്കിന്റെ ആപ്തവാക്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്തവാക്യങ്ങളോടൊപ്പം നമ്മൾ എന്ത് പഠിക്കുക? GST ഇന്ത്യയുടെ ആപ്തവാക്യവും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതായത് വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി എന്നുള്ള ടോപ്പിക്ക്, പ്ലാനിംഗ് കമ്മീഷൻ എന്ന ടോപ്പിക്ക്, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ, ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ഇപ്പോൾ നടന്ന വുമൺ CPO പരീക്ഷയ്ക്കും CPO പരീക്ഷകൾക്കും അതുപോലെ തന്നെ OA എക്സാമിനും അതുപോലെ തന്നെ എന്താണ് പല പരീക്ഷകൾക്ക് ഇപ്പോൾ നടന്ന പല ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചത്. നമ്മുടെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളൊക്കെ ഉറപ്പായിട്ട് കാണാൻ ശ്രമിക്കുക. അവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടന്ന ഒരു 2 മാസത്തിനകത്ത് നടന്ന പരീക്ഷകൾക്ക് പോലും അതിനകത്ത് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് കാണുക. അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ GST എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. GST ബില്ല് 122ാമത്തെ ഭേദഗതി ബില്ലായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ 101ാമത്തെ ഭേദഗതിയായിട്ടാണ് അംഗീകരിച്ചത്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST ഇരട്ട GST മാതൃകയാണ്. ഇന്ത്യൻ മാതൃകയിലുള്ള GST നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാനഡയും ബ്രസീലും. ആപ്തവാക്യം വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ഓക്കെ, നോക്കാം ഇന്ത്യയിലെ GSTയുടെ സ്ലാബുകൾ എന്ന് വെച്ചാൽ പരിധികൾ. ഇന്ത്യയിൽ ഏതൊക്കെയാണ് GST പരിധികളെന്ന് ചോദിച്ചാൽ 0, 5, 12, 18, 28. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വരുന്നൊരു ചോദ്യമാണ്, GST സ്ലാബുകൾ 4 എണ്ണമാണോ അതോ 5 എണ്ണമാണോ? പലർക്കും ഉള്ള ഡൗട്ടാണ്. പലരും ഈ ഒരു 0 ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പറയും 5, 12, 18, 28. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും. ഈ ഒരു കാര്യം ഒന്ന് നോക്കിയാൽ മതി.
സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ ഇവയ്ക്ക് എന്ത് നൽകേണ്ട കാര്യമില്ല? GST നൽകേണ്ട കാര്യമില്ല. എങ്കിലും ഇവയെല്ലാം തന്നെ GST പരിധിയിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. നമ്മുടെ വിപണിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതിൽ പലതും പല കാറ്റഗറി അല്ലെങ്കിൽ പല സ്ലാബിൽ ഉൾപ്പെടുന്ന സാധനങ്ങളായിരിക്കും. ഓക്കെ, അതായത് 28% ആഡംബര വസ്തുക്കൾ, പ്രീമിയം കാറുകൾ ഇവയ്ക്കെല്ലാം എന്തോന്നാണ്? 28% ടാക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, 32 ഇഞ്ച് താഴെയുള്ള TV-കൾ ഇവയ്ക്കെല്ലാം എത്രയായിരിക്കും? 18% എന്ത് വരുന്നത്? GST പരിധി വരുന്നത്. നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ GST നമ്മൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ബില്ല് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടത് 0 GST സ്ലാബ് തന്നെയാണ്, പരിധി തന്നെയാണ്. പക്ഷേ അതിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾക്ക് നിരക്കായിട്ടൊന്നും നൽകേണ്ട കാര്യമില്ല, GST നൽകേണ്ട കാര്യമില്ല. സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ഇവയ്ക്ക് എന്ത് നൽകേണ്ട കാര്യമില്ല? GST നൽകേണ്ട കാര്യമില്ല. ഇവയെല്ലാം ഉൾപ്പെടുന്ന ഏത് സ്ലാബിലായിരിക്കും? 0 ആയിരിക്കും. അതായത് നോ ടാക്സ് എന്ന് പഠിക്കാം. 0 എന്താണ്? നോ ടാക്സ്. ഈ ഒരു വാക്ക് ഉൾപ്പെടുത്തി പഠിച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ GST പരിധികൾ അല്ലെങ്കിൽ GST സ്ലാബുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 തന്നെ പറയുക. നിരക്കുകൾ 5 തന്നെ പഠിക്കുക. 0, 5, 12, 18, 28. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വരാം. പല റാങ്ക് ഫയലുകളിലും 0 ഉൾപ്പെടുത്താതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾക്ക് GST നൽകേണ്ടതില്ല. ഇതിന്റെ പരിധി 0 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിധി ഉൾപ്പെടുത്തി തന്നെ പഠിക്കാം. 0, 5, 12, 18, 28. ഇതിൽ 0 എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ടാക്സ്. എന്തൊന്നാണ്? നോ ടാക്സ്. ഏറ്റവും ഉയർന്ന പരിധി അല്ലെങ്കിൽ ഹയർ ടാക്സ് ഏതാണെന്ന് ചോദിച്ചാൽ 28%. എത്രയാണ്? 28%. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന GST പരിധി ചോദിച്ചാൽ 28%. എന്നാൽ ഏറ്റവും കുറഞ്ഞ പരിധി ചോദിച്ചാൽ 5 ആണ്. ഏറ്റവും കുറഞ്ഞ പരിധി 0 അല്ല, 5 ആണ്. ഓർമ്മിച്ചോണം, ലോ ടാക്സ് എന്ന് പറയുന്നത് 5%. അപ്പോൾ GST പരിധികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 എന്ന് തന്നെ പഠിക്കുക. 0, 5, 12, 18, 28. 0, 5, 12, 18, 28. ഇതിലെ ഓരോ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമ്മൾ താഴോട്ട് പഠിക്കും. ഓരോ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? അവിടെ പഠിച്ചു വയ്ക്കുക. നമ്മൾ താഴോട്ട് അത് പഠിക്കുന്നതായിരിക്കും. നമ്മൾ പഠിച്ചു 5 സ്ലാബുകൾക്ക് പുറമെ, ഈ 5 സ്ലാബുകൾക്ക് പുറമെ വജ്രങ്ങൾ, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയ്ക്ക് യഥാക്രമം 1.5%, 3% എന്നിങ്ങനെ വിവിധ നിരക്കുകൾ ഏർപ്പെടുത്തുന്നു. അതായത് ഈ പറഞ്ഞ 5 പരിധിക്ക് പുറമെ കുറച്ച് സാധനങ്ങൾക്ക്, ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വജ്രം, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയ്ക്ക് ഈ പറഞ്ഞ 28-18% പുറമെ ആയിട്ട് 1.5% അല്ലെങ്കിൽ 3% എന്നിങ്ങനെ വിവിധ നിരക്കുകൾ ഏർപ്പെടുത്തുന്നു. അപ്പോൾ അത്തരം സാധനങ്ങൾക്ക് ഈ 28% പുറമെ ആ സാധനത്തിൻ്റെ 1.5% എന്നോ 3% എന്നീ നിരക്കുകൾ എന്ത് നൽകേണ്ടി വരും? GST നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർമ്മിച്ചോണം, GST പരിധികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 തന്നെ പഠിക്കുക. ഇവയ്ക്ക് പുറമെ നൽകേണ്ടതാണ് തൊട്ട് താഴെ എഴുതിയിട്ടുള്ളത്. 5 സ്ലാബുകൾക്ക് പുറമെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് തന്നെ പഠിക്കുക. 5 സ്ലാബുകൾക്ക് പുറമെ, 5 പരിധികൾക്ക് പുറമെ വജ്രങ്ങൾ, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയ്ക്ക് യഥാക്രമം 1.5%, 3% എന്നിങ്ങനെ വിവിധ നിരക്കുകൾ ഏർപ്പെടുത്തുന്നു. അപ്പോൾ GST പരിധി ചോദിച്ചാൽ 5 എന്ന് പഠിക്കുക. 0, 5, 12, 18, 28 വ്യക്തമായിട്ട് പഠിച്ചാൽ കിട്ടുന്ന പോയിന്റാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST മാതൃക ഇരട്ട GST മാതൃക. ഇങ്ങനെ നടപ്പിലാക്കുന്ന 3 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇന്ത്യ, കാനഡ, ബ്രസീൽ. ഇന്ത്യ, കാനഡ, ബ്രസീൽ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ. ഇവ GST പരിധിയിൽ ഉൾപ്പെടാതെ തന്നെയാണ്. പക്ഷേ ഇവയ്ക്ക് എന്ത് നൽകേണ്ട കാര്യമില്ല? GST നൽകേണ്ട കാര്യമില്ല. അവ ഉൾപ്പെടുന്ന എത്രയിലായിരിക്കും? 0%. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല? GST ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. പരിധി ചോദിച്ചാൽ 5 എന്ന് പഠിക്കുക. ക്ലിയർ ആണ്? നമ്മൾ സ്ലാബുകൾ പഠിച്ചു, പരിധികൾ പഠിച്ചു. അതിനൊപ്പം തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ് GST കാറ്റഗറികൾ ഏതെല്ലാം, GSTയുടെ കാറ്റഗറികൾ ഏതെല്ലാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് CGST, മറ്റൊന്ന് IGST, അടുത്തതാണ് SGST, അടുത്തതാണ് UTGST. ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ UTGST ഒഴിച്ച് നമ്മുടെ ബില്ലിൽ ഈ 3 വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ UTGST ഒഴിച്ച് ബാക്കി 3 നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് CGST. എന്താണ് CGST? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് സെൻട്രൽ GST എന്ന് പഠിക്കും. മറ്റൊന്ന് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ സംയോജിത GST. മലയാളം വാക്ക് എന്താണ്? സംയോജിത GST. സംയോജിത GST. അപ്പോൾ അടുത്ത വാക്കാണ് പഠിക്കേണ്ടത് SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പിരിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന GST, അതാണ് UTGST. എന്താണ്? യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, UTGST. ഇനി ഓരോന്നായിട്ട് പഠിക്കാം.
ഒന്നാമത് പറഞ്ഞത് സെൻട്രൽ GST. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നികുതികൾ പിരിക്കുന്നത്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട നികുതി വരുമാനം ഏതല്ല, സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വരുമാനം ഏതല്ല, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവിടെ നമ്മൾ പറഞ്ഞതാണ് സെൻട്രൽ GST പിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ്. ആരാണ്? കേന്ദ്ര ഗവൺമെന്റ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് സംയോജിത GST? അത് ആദ്യം പഠിക്കുക. എന്താണ് സംയോജിത GST? ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ക്രയവിക്രയം നടത്തുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന GST ആണ് IGST എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയം നടത്തുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന GST ആണ് IGST അല്ലെങ്കിൽ സംയോജിത GST. ഈ സംയോജിത GST പിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആരാണ്? കേന്ദ്രമാണ് പിരിക്കുന്നത്. അപ്പോൾ സംയോജിത GST പിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്ന IGSTയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് പിരിക്കുന്നതെങ്കിലും ഇതിന്റെ വിഹിതം ആർക്ക് കൊടുക്കും? സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകും. അപ്പോൾ IGST മാത്രം അങ്ങനെ പഠിക്കുക. സെൻട്രൽ GST പിരിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലേ? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് സെൻട്രൽ GST പിടിക്കുന്നത്. അതാണ് CGST, ഒരു കാറ്റഗറി. രണ്ടാമത് പഠിച്ചാണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അല്ലെങ്കിൽ എന്ത് പഠിക്കാം? സംയോജിത GST. എന്താണ് സംയോജിത GST? എന്താണ് സംയോജിത GST എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയം നടത്തുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതി. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയം നടത്തുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുന്ന GST ഏത് പേരിൽ അറിയപ്പെടുന്നു? IGST അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ സംയോജിത GST. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സ്റ്റേറ്റ് GST. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണെന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് GST. പിരിക്കുന്നത് സംസ്ഥാനമാണ്. സ്റ്റേറ്റ് GST. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ GST, അതാണ് UTGST. അങ്ങനെ എത്ര കാറ്റഗറികൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഇരട്ട GST. അങ്ങനെ നടപ്പിലാക്കുന്ന 3 രാജ്യങ്ങളുണ്ട്: ഇന്ത്യ, കാനഡ, ബ്രസീൽ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST കാറ്റഗറികൾ 4. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ GST, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ IGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ SGST, ലാസ്റ്റ് പറഞ്ഞതാണ് UTGST അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST പരിധികൾ, സ്ലാബുകൾ 5. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0, 5, 12, 18, 28. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 എന്ന് ഉത്തരം വരുന്ന ചോദ്യമുണ്ട്, 3 എന്ന് വരുന്ന ചോദ്യമുണ്ട്, 4 എന്ന് വരുന്ന ചോദ്യമുണ്ട്, 5 എന്ന് വരുന്ന ചോദ്യമുണ്ട്. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇരട്ട GST അത് 3 രാജ്യങ്ങൾ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST കാറ്റഗറികൾ 4 എണ്ണം, GST പരിധികൾ 5 എണ്ണം. ഈ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. GST പരിധികൾ പഠിച്ചു, GST സ്ലാബ് പഠിച്ചു, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GSTയുടെ പ്രത്യേകതയായ ഇരട്ട GST എന്താണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? മാറുന്ന PSC പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ? ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വെറും 3 മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പിലൂടെ. ഇനിയും വൈകിട്ടില്ല, പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്.